ഹായ് അസ്സലാമലൈക്കും. ഹസീന പിസ്സ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ജൈവ കൃഷി ചെയ്യുന്ന എല്ലാവരും വലിയ കർഷകരായാലും കുട്ടി കർഷകരായാലും അവർക്കെല്ലാം കൃഷി ചെയ്യുന്നതിന് ഒരു ജൈവവളം അത്യാവശ്യമാണ്. ഞാൻ ഉപയോഗിക്കുന്ന ജൈവവളം സ്ഥിരമായി ഞാൻ എൻ്റെ ചാനലിൽ പറയാറുണ്ട്, ജൈവ സ്ലറി എന്ന്. അപ്പോൾ അതിങ്ങനെ കേട്ടിട്ട് എന്നോട് ചിലർ ജൈവ സ്ലറി എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുമൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഒരു തവണ അത് ഉണ്ടാക്കി കാണിക്കാം. അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതുപോലെ ഞാൻ പറഞ്ഞും തരാം. അപ്പോൾ വീഡിയോ മുഴുവനായും കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. എൻ്റെ ജൈവ സ്ലറി ഉണ്ടാക്കാൻ 4 ചേരുവകളാണ് വേണ്ടത്. ഈ 4 ചേരുവകൾ മിക്സ് ചെയ്യുന്നത് തന്നെ ഒരു പ്രത്യേക രീതിയിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായും കാണണം. നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ മിക്സ് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുണം റിസൾട്ട് കിട്ടുകയില്ല. അതിൽ എനിക്ക് വേണ്ടുന്ന 4 ചേരുവകൾ എന്ന് പറഞ്ഞല്ലോ, അതിൽ ഒന്നാമത്തേതാണ് പച്ചച്ചാണകം. ഇതാണ് പച്ചച്ചാണകം. എനിക്ക് ഇവിടെ മാടൊന്നുമില്ല, പക്ഷെ അടുത്ത് വയലിൽ മാടിനൊക്കെ കിട്ടുന്നതുകൊണ്ട് ഞാൻ അവിടെ പോയി എടുത്തിട്ട് വരാറാണുള്ളത്. ഇപ്പോൾ ഇതിനു പകരം ഉണക്ക ചാണകവും ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കടലപ്പിണ്ണാക്ക് കടയിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. ഈ ചാണകത്തിനകത്ത് ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്കും മറ്റെല്ലാ കാര്യങ്ങൾക്കും ആവശ്യമായ 3 പ്രഥമ മൂലകങ്ങളാണ് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും. അതിൽ നൈട്രജൻ ധാരാളമായി ഈ ചാണകത്തിൽ നിന്നും കിട്ടും. അതുമാത്രമല്ല, ഈ ചാണകത്തിൽ നിന്നും നൈട്രജൻ മാത്രമല്ല കിട്ടുന്നത്, കുറച്ച് പൊട്ടാസ്യവും ഫോസ്ഫറസും എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതുകൂടാതെ പലതരത്തിലുള്ള ധാതു ലവണങ്ങളും എല്ലാം അടങ്ങിയിട്ടുള്ള ഒന്നാണ് പച്ചച്ചാണകം. രണ്ടാമത്തെ ചേരുവ എന്ന് പറയുന്നത് പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ്. ഈ കഞ്ഞിവെള്ളം ചെടികൾക്ക് ഒഴിക്കുന്നത് മൂലം മണ്ണിലുള്ള ജീവാണുക്കളുടെ പ്രവർത്തനം വർദ്ധിക്കുകയും വംശവർധന ഉണ്ടാവുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് ചെടികൾക്ക് നല്ല വളർച്ചയുണ്ടാവുകയും ചെയ്യുന്നു. പിന്നെ മൂന്നാമത്തെ ചേരുവ എന്ന് പറയുന്നത് ചാരമാണ്. ഈ ചാരത്തിനകത്ത് ധാരാളമായി പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. ഈ പൊട്ടാസ്യം, നൈട്രജൻ എന്നിവയുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ചെടികളുടെ വളർച്ചയ്ക്ക്, അതായത് ചെടികൾക്ക് നന്നായി ഇലകളും ചില്ലകളും ഒക്കെ വരുന്നതിനും ചെടികൾ കരുത്തോടെ വളരുന്നതിനുമൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു പ്രധാന മൂലകമാണ് നൈട്രജൻ. അത് നമ്മൾ പറഞ്ഞു പച്ചച്ചാണകത്തിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് പൊട്ടാസ്യം. ചെടികളിലുണ്ടാവുന്ന കായ്കളും പൂക്കളും വലുതാവുന്നതിനും വലിയ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകുന്നതിനും സഹായിക്കുന്ന ഒരു മൂലകമാണ് പൊട്ടാസ്യം. കായ്കളും പൂക്കളും ഒക്കെ ഉണ്ടാകാൻ സഹായിക്കുന്നത് മറ്റൊന്നാണ്, ഫോസ്ഫറസ് ആണ്. അപ്പോൾ നമ്മുടെ ചാരത്തിൽ നിന്നും നമുക്ക് ധാരാളമായി കിട്ടുന്നത് പൊട്ടാസ്യമാണ്. അത് നമ്മുടെ ചെടികളിലുണ്ടാവുന്ന പൂക്കളെയും കായ്കളെയും വലുപ്പമുള്ളതാക്കി തീർക്കുന്നു. ഇതുകൂടാതെ ചാരത്തിന് നമ്മുടെ ചെടികളുടെ വേരുപടലത്തെ ശക്തിപ്പെടുത്തുന്നതിനും അതുവഴി നന്നായി വളവും വെള്ളവും വലിച്ചെടുക്കുകയും ചെടികളെ നന്നായി വളരാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ചാരം. പിന്നെ ഈ ചാരത്തിന് നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ ഇത് സ്ലറി രൂപത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടികൾക്ക് ദോഷം ചെയ്യില്ല. നമ്മൾ നേരിട്ട് ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ ചെടികൾ ഉണങ്ങിപ്പോവാനും സാധ്യതയുണ്ട്. നാലാമത് ഉപയോഗിക്കുന്ന ചേരുവ എന്ന് പറയുന്നത് കോഴിക്കാഷ്ടമാണ്. ഈ കോഴിക്കാഷ്ടത്തിൽ ധാരാളമായി ഫോസ്ഫറസ് ഉണ്ട്.
നമ്മുടെ ചെടികൾക്ക് പൂക്കളും കായ്കളും ഉണ്ടാകാൻ സഹായിക്കുന്ന ഒരു മൂലകമാണ് ഫോസ്ഫറസ്. ഈ ഫോസ്ഫറസ് ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് കോഴിക്കാഷ്ടം. ഈ കോഴിക്കാഷ്ടം എന്ന് പറയുന്നത് നല്ല ചൂടാണ് ചെടികൾക്ക്. അത് നേരിട്ട് നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടികൾ വാടിപ്പോവാനും ഉണങ്ങിപ്പോവാനൊക്കെ സാധ്യതയുണ്ട്. അത് ചെടികൾക്ക് ദോഷം ചെയ്യും. എന്നാൽ ഇത് സ്ലറി രൂപത്തിൽ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചൂട് കുറവാവുകയും ചെടികൾക്ക് വേഗത്തിൽ വലിച്ചെടുക്കാൻ കഴിയുകയും പെട്ടെന്ന് പൂക്കളും കായ്കളുമൊക്കെ ഉണ്ടാക്കിത്തരാൻ കഴിയുകയും ചെയ്യും. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ജൈവ സ്ലറി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന 4 ചേരുവകളിൽ ഒന്ന് ഇത് കഞ്ഞിവെള്ളമാണ്. രണ്ടാമത്തേതാണ് ഈ പച്ചച്ചാണകം. ഇതിപ്പോൾ ടൗണിൽ എന്താ പറയുക, ഇരിക്കണവർക്കൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഉണക്ക ചാണകം ഇല്ലെങ്കിൽ കടലപ്പിണ്ണാക്ക് വാങ്ങി യൂസ് ചെയ്താലും മതി. ഞാൻ പുറത്തുനിന്ന് വളങ്ങളൊന്നും വാങ്ങാറില്ല. പിന്നെ മൂന്നാമത്തേത് ചേരുവയാണ് കോഴിക്കാഷ്ടം. ഈ കോഴിക്കാഷ്ടത്തിന് പകരം അതേപോലെ തന്നെ വേണമെങ്കിൽ എല്ലുപൊടി വാങ്ങി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നാലാമത്തേത് ചാരം ആണ്. ചാരത്തിന് പകരം വേണമെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക് വാങ്ങി യൂസ് ചെയ്യാം. വേപ്പിൻ പിണ്ണാക്കിൽ ധാരാളം പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്യുമ്പോൾ എല്ലാം തുല്യ അളവിൽ എടുക്കാൻ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇത് എല്ലാം 1 കപ്പ് അളവിലാണ് എടുക്കുന്നത്. അത് എങ്ങനെയെന്ന് കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പെയിൻറ്റ് ബക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആദ്യം തന്നെ 1 കപ്പ് അളവിൽ പുളിച്ച കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് അതേ കപ്പിൽ 1 കപ്പ് ചാരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതേ കപ്പിൽ 1 കപ്പ് കോഴിക്കാഷ്ടം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പച്ചച്ചാണകം ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതും അതേപോലെ 1 കപ്പ് അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം മുങ്ങിക്കിടക്കുന്ന അളവിൽ, ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വരുന്ന അളവിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഞാനിപ്പോൾ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ ഒരു കമ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതിനെ ഒരു തണലുള്ള ഭാഗത്തേക്ക് മാറ്റി വെക്കാം, ചൂട് തട്ടാത്ത സ്ഥലത്തേക്ക്. അങ്ങനെ അത് ഒരു 7 ദിവസം വെക്കണം. 7 ദിവസം വെക്കുമ്പോൾ അത് എല്ലാ ദിവസവും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു നേരമെങ്കിലും ഇളക്കി കൊടുക്കണം. ചിലരാണെങ്കിൽ 2 നേരമൊക്കെ ഇളക്കി കൊടുക്കും. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഇത് എല്ലാം കൂടെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ 7ാമത്തെ ദിവസം ഇത് എടുക്കുമ്പോൾ ചിലപ്പോഴല്ല ഇതിനൊരു ദുർഗന്ധം ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ പുഴുവും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു 4 അച്ച് വെല്ലം ആണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇട്ട് കൊടുത്താൽ നല്ലതാണ്. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ ഞാനിതിൽ എല്ലുപൊടി ഇടാത്തത് കൊണ്ട് ഇതിൽ അത്ര സ്മെല്ലൊന്നും കൂടുതൽ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. പിന്നെ പുഴുവും വരാൻ സാധ്യത കുറവാണ്. പിന്നെ കുറച്ച് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിലും നമ്മളത് കാര്യമാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇനി ഇതിനെ തണലത്തേക്ക് മാറ്റിയിട്ട് ഒന്ന് ഇതുപോലെ മൂടി വെക്കാം. ഇതുപോലെ ഉണ്ടാക്കി വെച്ചതിനെ നമുക്ക് 7ാമത്തെ ദിവസം എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങാം. എടുത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എടുക്കുന്നതിനെ 5 ഇരട്ടിയാക്കി നേർപ്പിക്കണം. ചീരക്കൊക്കെയാണ് ഒഴിക്കുന്നതെങ്കിൽ 20 ഇരട്ടിയാക്കി ഒഴിക്കണം എന്നാണ് പറയുന്നത്. അതായത്
1 കപ്പ് സ്ലറി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് 19 കപ്പ് വെള്ളം ഒഴിക്കണം. 20 കപ്പ് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിൽ 10 ഇരട്ടി വെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ 1 കപ്പ് സ്ലറിക്ക് 10 കപ്പ് വെള്ളം ഒഴിക്കണം. അങ്ങനെ വേണം ഒഴിക്കാൻ. ഇപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഉണ്ടാക്കിയ ഈ സ്ലറിക്കകത്ത് ചെടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് ഭയങ്കര നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് കുറുകിയ രീതിയിൽ എടുത്ത് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനെ ഒഴിച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ വെയിലുള്ള ദിവസമൊക്കെയാണെങ്കിൽ ഇത് ആ ചെടിയുടെ ചുവട്ടിൽ ഉണങ്ങി കട്ട പിടിച്ച് കിടക്കും. ഒരു പാട പോലെ ഉണങ്ങി കിടക്കുന്നുണ്ടാവും. പിന്നെ അതിൻ്റെ മുകളിൽ വെള്ളമൊഴിച്ചാൽ ഉള്ളിലേക്ക് ഇറങ്ങി പോവുകയുമില്ല. അതുമാത്രമല്ല വായു സഞ്ചാരം കിട്ടുകയുമില്ല ചെടിക്ക്. അപ്പോൾ അത് ചെടിയുടെ വളർച്ചയെ ദോഷകരമായി ബാധിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതിനകത്ത് നമ്മുടെ ചെടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും വളർച്ചയ്ക്കും പൂവുണ്ടാകുന്നതിനും കായുണ്ടാകുന്നതിനും ഉണ്ടായ കായകളും പൂക്കളും വലുതാകുന്നതിനും വേണ്ട എല്ലാ മൂലകങ്ങളും നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും ഉണ്ട്. ഇത് കൂടാതെ അനവധി ധാതു ലവണങ്ങളും ധാരാളം സൂക്ഷ്മാണു ജീവികളും ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഒരു ഉത്തമ വളമായി ഉപയോഗിക്കാം. ഒരുപാട് പൈസ കൊടുത്ത് വളങ്ങളൊന്നും വാങ്ങി ചെടികൾക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ ജൈവ സ്ലറി ഉണ്ടാക്കി വെച്ചാൽ ഇത് മാത്രം മതി. 7 ദിവസം കഴിഞ്ഞ് ഈ സ്ലറി ഉപയോഗിക്കുന്ന രീതി ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കി 7 ദിവസം കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒരു കമ്പ് വെച്ച് ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, നല്ല കട്ടിയുള്ള ഒരു സ്ലറിയാണ്. അപ്പോൾ ഇതിൽ നിന്നും ഞാനിപ്പോൾ ഈ കപ്പിന് 1 കപ്പ് മുക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊന്നും നമ്മൾ നല്ല പാത്രങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ വളങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രം തന്നെയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 10 ഇരട്ടി തന്നെ വെള്ളം ഒഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നന്നായി ഒന്ന് നേർപ്പിക്കാം. എന്നിട്ട് ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ ഞാൻ ഒരു 10 ഇരട്ടി വെള്ളം ഒഴിക്കുന്നുണ്ട്. കാരണം ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ നല്ലപോലെ നേർപ്പിച്ചിട്ടുണ്ട്. നല്ലപോലെ അല്ല, കുറച്ചൊക്കെ കട്ടിയുണ്ട് അളവായിട്ട്. ഇതിപ്പോൾ ഞാൻ നട്ട കോളിഫ്ലവറാണ്. അപ്പോൾ ഇതിന് കുറച്ച് ഈ സ്ലറി ഒഴിച്ച് കൊടുക്കാം. ഇത് ക്യാനിൽ നട്ടതാണ് കേട്ടോ, 5 ലിറ്ററിൻ്റെ എണ്ണ ക്യാനില്ലേ. ഇതൊക്കെ ഞാൻ വിളവെടുക്കുമ്പോൾ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇതെൻ്റെ തക്കാളി ചെടിയാണ്. ഇതിനും കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ഒരു വളർച്ചയാണ് കേട്ടോ ഈ സ്ലറി ഒഴിച്ച് കൊടുത്താൽ ചെടികൾക്കൊക്കെ. പിന്നെ ഇതെൻ്റെ പച്ചമുളക് ചെടിയാണ്. ഇതിപ്പോൾ കായ് വരാൻ തുടങ്ങിയതാണ് കേട്ടോ, ചെറിയ കായ്. അപ്പോൾ പൂക്കളും എല്ലാം വരാൻ തുടങ്ങി. അതിനും കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ക്യാപ്സിക്കാണ്. ഇതിപ്പോൾ നട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. ഇതിനും കുറച്ച് ഒഴിച്ച് കൊടുക്കാം ഇതുപോലെ. അപ്പോൾ ഇത് നല്ല വളമാണെന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഞാൻ എൻ്റെ ചെടികൾക്കൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് ഇതാണ്. അപ്പോൾ എൻ്റെ ചെടികളൊക്കെ നല്ല തഴച്ച് വളർന്ന് നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എല്ലാവരും ഉപയോഗിക്കണം. നിങ്ങൾക്കുണ്ടാവുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇതേപോലെ മറ്റൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.